3500 അടി ഉയരത്തിലുള്ള മലമുകളിലെ കാഴ്ചകൾ, മഞ്ഞുകളാലും മേഘങ്ങളാലും പുതച്ചു നിൽക്കുന്ന മലനിരകൾ, ആവേശം കയറ്റുന്ന ഓഫ് റോഡ് യാത്രകൾ. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ മെയിൻ ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള പാലക്കയം തട്ടിലാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഒരു ടോപ്പായിട്ടുള്ള 5 പ്ലേസ് എടുത്ത അതിലെ മെയിൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കയം തട്ടെന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ പാലക്കയം തട്ടിനെ കുറിച്ചുള്ളതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് പാലക്കയം തട്ടിലേക്കുള്ള എൻട്രി. ഇവിടെ അത്യാവശ്യം വലിയ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മൾ നേരെ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ പാലക്കയം തട്ട് അതായത് ഈ മല കയറാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്നതാണ് പാലക്കയം തട്ട്. ഇവിടെ പക്ഷേ നമുക്ക് മെയിനായിട്ട് കാണാനുള്ള കാഴ്ചകൾ നിങ്ങൾ ഈ കാണുന്ന മലയുടെ മുകളിലാണുള്ളത്. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് വേണം പോകണേൽ. കുട്ടികൾക്ക് 10 രൂപയാണ് വരുന്നത് എൻട്രൻസ് ഫീ. അതായത് 6 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കാണ്. അതുപോലെ പ്രായമായവർക്ക് 17 രൂപ, ബാക്കിയുള്ളവർക്ക് 35 രൂപയാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു എമൗണ്ട് അല്ല, വളരെ ചീപ്പായിട്ടുള്ളൊരു എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ 35 രൂപ ഒരാൾക്ക് കൊടുത്ത ശേഷം ഞങ്ങൾ മല കയറാനായിട്ട് പോവുകയാണ്. എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ചങ്ക് ഫ്രണ്ട് ഫെബിനുണ്ട്. ഈ കാണുന്ന കടയിൽ നിന്ന് ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ച് ഒരു കുപ്പി വെള്ളവും മേടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ മല കയറി തുടങ്ങുകയാണ് ഗൈസ്. ഈ മലയുടെ മുകളിലോട്ട് വരാൻ ഇതുപോലെയുള്ള വഴികളൊക്കെയാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നടക്കേണ്ടതായിട്ട് വരും, കുറച്ച് കയറ്റങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം റോഡുകളൊക്കെ അത്യാവശ്യം കല്ലുകൾ കൊണ്ട് നിറഞ്ഞാണ്. പക്ഷേങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വേർപ്പൊഴുക്കേണ്ടി വരും ഇതിന് മുകളിലൊന്ന് എത്തിച്ചേരണമെങ്കിൽ. കാരണം അത്രത്തോളം ദൂരമുണ്ട്, അത്രത്തോളം കയറ്റമാണ്. പക്ഷേങ്കിൽ അത് വേറൊരു വൈബാണ്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ. ഇതിന് മുകളിൽ ഈ കാണുന്ന പോലെ പാലക്കയം തട്ട് എന്ന് എഴുതിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമുകൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ, വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി മുകളിലാണ് കേട്ടോ ഈ പാലക്കയം തട്ട് എന്ന സ്ഥലം നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാനാവും 3500 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ ക്ലൈമറ്റും ഈ പ്രദേശത്തിൻ്റെ ഒരു ജിയോഗ്രഫിയൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ പാലക്കയം തട്ട് എന്ന് പറയുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശം കൂടിയാണ്. അപൂർവ ഇനം ഔഷധ സസ്യങ്ങളും പക്ഷികളും ജീവജാലങ്ങളും ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ശരിക്കും ഗൈസ് നമ്മൾ ഒരു ഊട്ടി അല്ലെ കൊടൈക്കനാലൊക്കെ പോയ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. മാക്സിമം നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരാനായിട്ട് നോക്കുക. അതായത് സിനിമയിൽ പറയുന്ന പോലെ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പാലക്കയം തട്ടിൽ മഞ്ഞ് പെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോയിട്ട് കാണുന്ന വലിയ സൂയിസൈഡ് പോയിൻറ്റുകളില്ലേ, അതുപോലത്തെ വലിയ വലിയ മലഞ്ചെരുവുകളുണ്ടല്ലോ, അതേപോലെയാണ് ഇവിടെയും.
അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല, 2000-3000 രൂപയ്ക്കൊക്കെ നല്ല റിസോർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു റൂട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ടു തളിപ്പറമ്പ്, തളിപ്പറമ്പിൽ നിന്നും നടുവിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരു ഓഫ് റോഡിൻ്റെ പ്രതീതിയാണ്. അതുപോലെയാണ് ഇവിടുത്തെ ഉള്ള റോഡുകളൊക്കെ. കാരണം വലിയ വളവുകളും കയറ്റങ്ങളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വെറുതെ നിങ്ങൾ ഊട്ടിയിലും മൂന്നാറിലും കൊടൈക്കനാലിലും ഒന്നും പോയിട്ട് മഞ്ഞ് കാണാനോ അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു ഹിൽ പ്ലേസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറയും. കാരണം കണ്ണൂരുകാരുടെ ഒരു മിനി ഊട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാലക്കയം തട്ട് എന്ന് പറയുന്നത്. പാലക്കായമരം തട്ടാണ് പിന്നീട് പാലക്കായം തട്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും ഇവിടെ എത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഈ മലയിലെ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോവുകയാണ് ഗെയ്സ്. നമ്മൾ ഇങ്ങോട്ട് കയറിയതിനെക്കാട്ടിലും കഷ്ടമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. കാരണം വഴി നീളെ വലിയ കുഴികളും അതുപോലെ വലിയ ഉരുളം കല്ലുകളും ഒക്കെയാണ്. പക്ഷേങ്കിൽ നമുക്കതൊന്നും പ്രശ്നമില്ല. കാരണം ഇവിടെ കിട്ടിയ ഒരു വൈബുണ്ടല്ലോ, അത് നമുക്ക് ഈ കഷ്ടപ്പാടിനൊക്കെ മായ്ച്ചു കളയുന്നൊരു വൈബാണ് ഇവിടെ കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഒരുപാട് സെറ്റപ്പുകൾ അതിനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ രാത്രിയിൽ നിങ്ങൾക്ക് ലൈറ്റ് ഷോ ഇവിടുന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. 8-10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇവർ പുല്ലുകൾക്കിടയിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് ലൈറ്റ് ഷോ നടത്തുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായിട്ട് ഇതെല്ലാം ഇവരിവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തുടങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഗെയ്സ് നമ്മൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ ഇപ്പം തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ താഴ്ഭാഗത്ത് നിന്നുള്ള ഈ പാലക്കയം തട്ടിൻ്റെ ആ കുന്നിൻ്റെ യഥാർത്ഥ വിഷ്വൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഈ റോഡുണ്ടല്ലോ, ഈ റോഡിൽ ചില സൈഡിലൊക്കെ കുഴികളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേങ്കിൽ ശരിക്കും ഒരു ഓഫ് റോഡ് നമ്മൾ പോകുന്ന ഒരു സുഖമാണ് കേട്ടോ ഈ റോഡിൽ കൂടെ വരുമ്പോൾ. കുറച്ച് സാഹസികരമായിട്ടുള്ളൊരു യാത്രയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ നടുവിൽ ടൗണിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇഷ്ടംപോലെ ജീപ്പൊക്കെ അവൈലബിൾ ആണ് ഇങ്ങോട്ട് വരാനായിട്ട്. നിങ്ങൾക്ക് ജീപ്പിന് ഒരു ട്രിപ്പ് വരാം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്കത്. ഞങ്ങൾ താഴേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ന്യൂട്രലാണ് വണ്ടി പോകുന്നത്. മാക്സിമം ബ്രേക്ക് പിടിക്കാവുന്നതിൻ്റെ അത്രയും ബൈക്കിന് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു പൂർണ്ണമായിട്ട് ഈ വണ്ടി അവിടെ നിൽക്കുന്നില്ല. ചെറിയ രീതിയിൽ വണ്ടി മൂവ് ആവുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ഇറക്കമാണിത്. നിങ്ങൾ ബുള്ളറ്റ് കാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റും. പക്ഷെങ്കിൽ കുറച്ചധികം കയറ്റങ്ങളും വളവുകളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. ഗൈസ്, നിങ്ങൾ ആ ടോപ്പിൽ നിൽക്കുന്ന ആ ഭാഗമുണ്ട്, ആ കുന്നിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നത്. അത്രയും മലമുകളിലാണ് നമ്മൾ ചെന്നെത്തിയത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് നിങ്ങൾ മഞ്ഞൊന്നും കണ്ടില്ലെങ്കിൽ എന്നെ ചീത്ത പറയല്ലോ കേട്ടോ ഗൈസ്. കാരണം തണുപ്പ് കാലത്ത് വന്നാലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട്, ആ ഒരു ടൈമിൽ വന്നാലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ മഞ്ഞൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുക. ഇപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മഞ്ഞൊക്കെ കണ്ട് ആസ്വദിക്കാം. അത് പിന്നെ അത് രാവിലെ ഒരു 7 മണിക്കും 8 മണിക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ മഞ്ഞൊക്കെ കണ്ട് സൂപ്പറായിട്ട് തിരിച്ചു പോകാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഈ പാലക്കയം തട്ടൊക്കെ ആ മലയൊക്കെ ഇറങ്ങി നമ്മൾ മെയിൻ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പാലക്കയം തട്ടിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ ഇവിടെ എത്തിച്ചേരുക. നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമായിട്ടും വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല വിഷ്വൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. ബൈ ബൈ.